ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖറിന്റെ തെലുഗു സിനിമയായിട്ട് ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ലക്കി ഭാസ്കർ. ഇപ്പോഴത്തെ സിനിമ തിയേറ്ററുകളിലെ ഫൈനൽ റണ്ണും പൂർത്തിയാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ശേഷം സിനിമ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ നവംബർ 28 നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത് ലക്കി ഭാസ്കർ എന്ന സിനിമയിലൂടെ ദുൽഖർ തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നേടിയെടുത്ത ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ടത്തെ കുറിച്ചാണ്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ ദുൽഖർ അഭിനയിച്ച സിനിമകൾ 3 സിനിമകളും വിജയമായതോടെ ഒപ്പം തന്നെ വമ്പൻ വേൾഡ് വൈഡ് കളക്ഷൻ 3 സിനിമകളും നേടിയെടുത്തതോടെ തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ താരങ്ങളുടെ ബോക്സ് ഓഫീസ് പവർ അളക്കുന്ന ടയർ സമ്പ്രദായത്തിലേക്ക് ദുൽഖർ എത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ തെലുഗു നടന്മാരിൽ ടയർ 2 ലിസ്റ്റിലുള്ള താരമായിട്ട് ദുൽഖർ മാറിയിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ദുൽഖറിന്റെ ടയർ 2വിലേക്കുള്ള എൻട്രിയോട് കൂടി തെലുഗു നടന്മാരിൽ നാനി എന്ന മികച്ച കണ്ടന്റുകളും ഒപ്പം തന്നെ സിനിമകളും ദുൽഖറിനെ പോലെ തന്നെ സമ്മാനിക്കുന്ന നടന് ഭീഷണിയായിട്ട് ദുൽഖർ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാനിയുടെ ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരെ ഇപ്പോഴത്തെ ദുൽഖർ മറികടന്നിരിക്കുന്നു എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ നാനിയുടെ സരിപ്പോദ ശനിവാരം എന്ന സിനിമ 100 കോടിയിലേറെ ഫൈനൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. ആ ചിത്രത്തിന്റെ ഫൈനൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലക്കി ഭാസ്കർ മറികടന്നതാണ്. അതേസമയം നാനിയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ വേൾഡ് വൈഡ് നേടിയെടുത്ത സിനിമ ദസറയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 120 കോടിയോളം രൂപയാണ് ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. ആ കളക്ഷനിലേക്ക് ലക്കി ഭാസ്കറിന് ഇനിയും എത്തപ്പെടാൻ കഴിയുമോ എന്നത് സംശയകരമാണ്. എങ്കിൽ പോലും നാനിക്കൊപ്പം വളരെ മികച്ചൊരു മത്സരം തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ ടയർ 2 പട്ടികയിൽ ദുൽഖറിനും കാഴ്ചവെക്കാൻ കഴിയുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയട്ടെ. അപ്പോൾ DQന്റെ ആദ്യ 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. ഒപ്പം സിനിമയുടെ കൃത്യമായ ഫൈനൽ എത്ര വരുമെന്ന് അറിയാനായിട്ട് കാത്തിരിക്കാം.